Today we will discuss about continuous time LTI system. So LTI system means linear time invariant system. So linear time invariant system. So a system that satisfies linearity and time invariant property of system. So നമ്മുടെ സിസ്റ്റം ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ പ്രോപ്പർട്ടീസ് പഠിച്ചു എന്നത് ലീനിയാരിറ്റിയും ടൈം ഇൻവേരിയൻറ്റ് പ്രോപ്പർട്ടിയും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് എൽ ടി എ സിസ്റ്റം. ആ എൽ ടി എ സിസ്റ്റത്തിൻ്റെ അനാലിസിസ് ആണ് നമുക്കിനി പഠിക്കാനുള്ളത്. അതിൽ നമുക്ക് കണ്ടിന്യൂസ് ടൈം എൽ ടി സിസ്റ്റവും ഡിസ്ക്രീറ്റ് ടൈം എൽ ടി സിസ്റ്റവും പഠിക്കണം. കണ്ടിന്യൂസ് ടൈം എൽ ടി സിസ്റ്റം അനലൈസ് ചെയ്യാൻ നമുക്ക് രണ്ട് മെത്തേഡ്സ് യൂസ് ചെയ്യാം. അതിൽ ഫസ്റ്റ് മെത്തേഡാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് മെത്തേഡ് മീൻസ് നമുക്കൊരു എൽ ടി സിസ്റ്റത്തിനെ, ഒരു കണ്ടിന്യൂസ് ടൈം എൽ ടി സിസ്റ്റത്തിനെ നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. സോ നമ്മുടെ സിലബസിൽ കൊടുത്തേക്കുന്നത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ റെപ്രസെൻറ്റേഷൻ ഓഫ് കണ്ടിന്യൂസ് ടൈം എൽ ടി സിസ്റ്റമാണ്. സോ ആ അനാലിസിസ് ആണ് നമ്മുടെ ഫസ്റ്റ് മെത്തേഡ്. സോ കണ്ടിന്യൂസ് ടൈം എൽ ടി സിസ്റ്റത്തിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ വെച്ചിട്ടാണ്. ഇനി നമ്മൾ നേരെ ഡിസ്ക്രീറ്റ് പഠിക്കുമ്പോൾ ഡിസ്ക്രീറ്റ് ടൈം എൽ ടി സിസ്റ്റത്തിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഡിഫറൻസ് ഇക്വേഷൻ വെച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ ഡിഫറൻഷ്യൽ, അവിടെ ഡിഫറൻസ് ഇക്വേഷൻ, ഇതാണ് അത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. സോ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ജനറൽ ഫോമാണ് ഈ റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്. ഒരു സമ്മേഷൻ ഇക്വേഷൻ വെച്ചിട്ട് വൈ ഓഫ് ടിയെയും എക്സ് ഓഫ് ടിയുടെയും ഡിഫറൻഷ്യൽ ഫോമിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്ത് റെപ്രസെൻറ്റ് ചെയ്യാം. സോ ദിസ് ഇസ് ദ ജനറൽ റെപ്രസെൻറ്റേഷൻ ഓഫ് കണ്ടിന്യൂസ് ടൈം എൽ ടി സിസ്റ്റം. സോ ഇതിൻ്റെ അനാലിസിസ് ആണ് നമ്മൾ ഇന്നത്തെ ലെക്ചറിൽ പഠിക്കാൻ പോകുന്നത്. സോ ഇതാണ് ഫസ്റ്റ് മെത്തേഡ്. അപ്പോൾ ഏതൊരു കണ്ടിന്യൂസ് ടൈം എൽ ടി സിസ്റ്റത്തിനെയും ഡിഫറൻഷ്യൽ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്ന മെത്തേഡാണ് ഫസ്റ്റ് അനാലിസിസ് ഓഫ് കണ്ടിന്യൂസ് ടൈം എൽ ടി സിസ്റ്റം. സോ ഈ ഒരു ജനറൽ റെപ്രസെൻറ്റേഷൻ്റെ സൊല്യൂഷൻ, അതായത് നമ്മുടെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ വൈ ഓഫ് ടി വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സം ഓഫ് ടു ടേംസ്. ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ കൺസിസ്റ്റ് ഓഫ് ടു പാർട്സ്. ദാറ്റ് ഈസ് ഫസ്റ്റ് വൺ ഈസ് സീറോ സ്റ്റേറ്റ് റെസ്പോൺസ് ആൻഡ് സീറോ ഇൻപുട്ട് റെസ്പോൺസ്. അപ്പം നമുക്ക് പറയാം ഇതിൻ്റെ സൊല്യൂഷൻ വൈ ഓഫ് ടി ഈസ് ഈക്വൽ ടു this natural response plus forced response. Natural response is also known as zero input response. Forced response is also known as zero state response. So ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ സം ആയിരിക്കും ഈ ഒരു കണ്ടിന്യൂസ് ടൈം എൽ ടി സിസ്റ്റം ഡിഫറൻഷ്യൽ ഇക്വേഷൻ വഴി റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ സൊല്യൂഷനായിട്ടുള്ളത്. സോ ഇനി എന്താണ് സീറോ സ്റ്റേറ്റ് റെസ്പോൺസ് നോക്കാം. സീറോ സ്റ്റേറ്റ് റെസ്പോൺസ് മീൻസ് ഇറ്റ് ഈസ് ദ റെസ്പോൺസ് ഡ്യൂ ടു ദ ഇൻപുട്ട് വെൻ ദ ഇനിഷ്യൽ സ്റ്റേറ്റ് ഓഫ് ദ സിസ്റ്റം ഈസ് സീറോ. സോ നമ്മൾ ഇൻപുട്ട് യൂസ് ചെയ്തിട്ട് നമ്മൾ റെസ്പോൺസ് ഡിറ്റർമിൻ ചെയ്യും. അവിടെ ഇനിഷ്യൽ സ്റ്റേറ്റ് ഓഫ് ദ സിസ്റ്റം സീറോ ആയിരിക്കും. ആ ഒരു റെസ്പോൺസിനെയാണ് നമ്മൾ ഫോഴ്സ്ഡ് റെസ്പോൺസ് അല്ലെങ്കിൽ സീറോ സ്റ്റേറ്റ് റെസ്പോൺസ് എന്ന് പറയുന്നത്. ഇനി സീറോ ഇൻപുട്ട് റെസ്പോൺസ് മീൻസ് ഇൻപുട്ട് വാല്യൂ സീറോ ആക്കി നമ്മൾ റെസ്പോൺസ് ഡിറ്റർമിൻ ചെയ്യും. ദാറ്റ് ഈസ് നോൺ ആസ് സീറോ ഇൻപുട്ട് റെസ്പോൺസ്. സോ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ സം ആയിരിക്കും നമ്മുടെ ടോട്ടൽ റെസ്പോൺസ് ഓഫ് ദാറ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇനി കണ്ടിന്യൂസ് ടൈം എൽ ടി സിസ്റ്റത്തിനെ നമുക്ക് അനലൈസ് ചെയ്യാനുള്ള ഒരു സെക്കൻഡ് മെത്തേഡ് കൂടിയുണ്ട്. ആ മെത്തേഡാണ് കൺവല്യൂഷൻ. സോ കണ്ടിന്യൂസ് ടൈം എൽ ടി സിസ്റ്റത്തിൻ്റെ അനാലിസിസ് ആയിട്ട് പറയുമ്പോൾ അതിനെ നമ്മൾ കൺവല്യൂഷൻ ഇൻറ്റഗ്രൽ എന്ന് പറയും. സോ നമ്മൾ ആ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ സിസ്റ്റം റെപ്രസെൻറ്റേഷൻ, അതുപോലെ തന്നെ ഡിസ്ക്രീറ്റിൻ്റെ ഡിഫറൻസ് ഇക്വേഷൻ റെപ്രസെൻറ്റേഷനും പഠിച്ചിട്ട് നമ്മൾ കൺവല്യൂഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിലേക്ക് പോകുന്നതായിരിക്കും. സോ ദിസ് ഈസ് കൺവല്യൂഷൻ മെത്തേഡ് ഈസ് ഓൾസോ എ മെത്തേഡ് യൂസ്ഡ് ഫോർ അനലൈസിങ് എൽ ടി സിസ്റ്റം. ഇപ്പോൾ കൺവല്യൂഷൻ നമുക്ക് ഡിസ്ക്രീറ്റിനും കണ്ടിന്യൂസിനും ഉപയോഗിക്കാം. കണ്ടിന്യൂസിൻ്റെ കേസിൽ നമ്മളതിനെ കൺവല്യൂഷൻ ഇൻറ്റഗ്രൽ എന്നാണ് പറയുന്നത്. സോ നമുക്ക് ഫസ്റ്റ് മെത്തേഡാണ് ഈ ഒരു ലെക്ചറിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, കണ്ടിന്യൂസ് ടൈം എൽ ടി സിസ്റ്റത്തിൻ്റെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വെച്ചിട്ടുള്ള അനാലിസിസ്. സോ നോക്കുക, കണ്ടിന്യൂസ് ടൈം എൽ ടി സിസ്റ്റത്തിനെ നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അതിൻ്റെ ജനറൽ ഫോം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ആ ജനറൽ ഫോം എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന എക്സ്പ്രഷനാണിത്. So an d raised to n y of t by dt raised to n plus an minus 1 d raised to n minus 1 y of t by dt raised to n minus 1 plus etc. a1 dy of t by dt plus a0 y of t. So this is a0. Right side expand ചെയ്യുമ്പോൾ bm d raised to m x of t by dt raised to m plus bm minus 1 d raised to m minus 1 x of t by dt raised to m minus 1 plus etc. plus b1 dx of t by dt plus b0 x of t. സോ ഈ ഒരു എക്സ്പ്രഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഒരു വാല്യൂ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ്. ഇവിടെ കേക്ക് നമ്മൾ 0 മുതൽ n വാല്യൂസ് ഇട്ട് കൊടുക്കുമ്പോൾ ലെഫ്റ്റ് സൈഡ് എക്സ്പാൻഡ് ചെയ്ത സമ്മേഷനാണ്.
സോ ആ ഒരു വാല്യൂ കിട്ടും. ഇവിടെ കെയ്ക്ക് 0 മുതൽ m വരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ റൈറ്റ് സൈഡിലുള്ള വാല്യൂ കിട്ടും. സോ അത് എക്സ്പാൻഡ് ചെയ്തിട്ടുള്ള ഇക്വേഷനാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. സോ ദിസ് ഇസ് ദ ജനറൽ ഫോം. സോ ഇതിൻ്റെ സൊല്യൂഷനാണ് നമ്മൾ ഇവിടെ കണ്ടുപിടിക്കുന്നത്. സോ സൊല്യൂഷൻ എന്ന് പറയുന്നത് 0 ഇൻപുട്ട് റെസ്പോൺസ് അല്ലെങ്കിൽ നാച്ചുറൽ റെസ്പോൺസ് പ്ലസ് 0 സ്റ്റേറ്റ് റെസ്പോൺസ് അല്ലെങ്കിൽ ഫോഴ്സ് റെസ്പോൺസ്, ഇതിൻ്റെ സം ആയിരിക്കും ഇതിൻ്റെ സൊല്യൂഷൻ. സോ എങ്ങനെയാണ് നാച്ചുറൽ റെസ്പോൺസ് കണ്ടുപിടിക്കുന്നത് അതാണ് ഇവിടെ ഡിസ്കസ് ചെയ്തേക്കുന്നത്. നമ്മൾ നാച്ചുറൽ റെസ്പോൺസ് പറഞ്ഞു 0 ഇൻപുട്ട് റെസ്പോൺസ് ആണ്. സോ x ഓഫ് t 0 ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ ആ ജനറൽ ഫോമിനകത്ത് ANൻ്റെ വാല്യൂ 1 ആയിട്ട് അസ്യൂം ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. എല്ലാം കോഎഫിഷ്യൻ്റ് ആണ്, കോൺസ്റ്റൻറ്റ് കോഎഫിഷ്യൻ്റ് ആണ്. ഫസ്റ്റ് കോഎഫിഷ്യൻറ്റ് 1 ആയിട്ട് അസ്യൂം ചെയ്തേക്കുവാണ്. ഇൻപുട്ട് 0 കൊടുത്തു. സോ ഇൻപുട്ട് 0 കൊടുക്കുമ്പോൾ ഈ ഒരു എക്സ്പ്രഷനകത്ത് x ഓഫ് ടിയുടെ വാല്യൂ 0 കൊടുക്കുന്നു. സോ ആ റൈറ്റ് സൈഡ് കംപ്ലീറ്റ് വാല്യൂസ് 0 ആയി പോകും. സോ ആ ജനറൽ ഇക്വേഷൻ ANൻ്റെ വാല്യൂ 1 കൂടെ കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ റെഡ്യൂസ് ചെയ്ത് കിട്ടും. ഇക്വേഷൻ 1 റെഡ്യൂസ് ചെയ്ത് ഈ ഒരു ഫോമിൽ കിട്ടും. സോ ഇതിൽ നിന്നും നമുക്ക് ഇതിനകത്തുനിന്നൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കണം. അതിനെ നമ്മൾ ഹോമോജീനിയസ് സൊല്യൂഷൻ എന്നാണ് പറയുന്നത്. അതിൻ്റെ ഒരു ജനറൽ ഫോം YH ഓഫ് t = സോ ഇവിടെ നമ്മൾ അസ്യൂം ചെയ്യുവാണ് ദ സൊല്യൂഷൻ ഈസ് ഓഫ് ദ ഫോം YH ഓഫ് t = C e⁻λt. സോ ഇതിനകത്തുനിന്ന് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുവാണ്. ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് C e⁻λt × ലാംഡ എന്ന് കിട്ടും. സെക്കൻഡ് ഡെറിവേറ്റീവ് അതുപോലെ തന്നെ തേർഡ് ഡെറിവേറ്റീവ്, അങ്ങനെ നമുക്ക് nth ഡെറിവേറ്റീവ് വരെ കണ്ടുപിടിക്കാം. സോ സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുമ്പോൾ λ² വരും. ഇതിനെ ഒന്നും കൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ C × λ² e⁻λt, വീണ്ടും C ഇല്ല, e⁻λt എന്നാണ് കിട്ടുന്നത്. ദെൻ ഇതിനെ n ടൈംസ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് n വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം. കാരണം ഒരു വട്ടം ഡിഫറൻഷ്യേറ്റ് ചെയ്തപ്പോൾ നമുക്ക് ലാംഡ ആണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. 2 വട്ടം ഡിഫറൻഷ്യേറ്റ് ചെയ്തപ്പോൾ λ² വന്നു. ദെൻ n ടൈംസ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ λ⁻n ആയിട്ട് കിട്ടും. C × λ⁻n e⁻λt. സോ ഈ വാല്യൂസ് എല്ലാം നമ്മൾ ഇക്വേഷൻ 2ലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഈ ഒരു ഡെറിവേഷൻ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. സോ നമ്മൾ ആ ഇക്വേഷൻ 2ലേക്ക് ഓരോ വാല്യൂസും YH ഓഫ് t ഈ വാല്യൂസ് എല്ലാം ഈ ഇക്വേഷൻ 2ലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഉള്ള കണ്ടീഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. സോ ഇതാണ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് കണ്ടീഷൻ. ദെൻ ഇതിനകത്ത് നമുക്ക് C e⁻λt കോമൺ ആണ്. അത് നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ഇവിടെ 0 ആയതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് C e⁻λt നമുക്ക് കോമൺ എടുത്ത് ക്യാൻസൽ ചെയ്യാം. സോ അങ്ങനെ ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ ഉള്ളൊരു ഇക്വേഷൻ, ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ നമുക്ക് കിട്ടും. സോ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. ഈ ലാംഡയിൽ വരുന്ന, ഫോർ എക്സാമ്പിൾ λ² പ്ലസ് 10λ പ്ലസ് എക്സെട്ര. സോ ഒരു സെക്കൻഡ് ഓർഡർ ഇക്വേഷൻ ആണെങ്കിൽ അങ്ങനെ ഒരു ഫോം നമുക്ക് കിട്ടും. സോ അതിനെ നമ്മൾ വിളിക്കുന്ന പേര് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്നാണ്. ഇതിൽ നിന്ന് നമ്മൾ ഇതിനെ ഫാക്ടറൈസ് ചെയ്ത് നമുക്ക് റൂട്ട്സ് കണ്ടുപിടിക്കാൻ പറ്റും. സോ λ1 λ2 അങ്ങനെ ഫാക്ടറൈസ് ചെയ്ത് ഈ ഒരു ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സ് ആണ് ഇങ്ങനെ ഞാൻ സോൾവ് ചെയ്തേക്കുന്നത്. അങ്ങനെ ഇതൊരു nth ഓർഡർ ആയതുകൊണ്ട് നമുക്ക് n റൂട്ട്സ് കിട്ടും. λ1 λ2 എക്സെട്ര λn റൂട്ട്സ് നമുക്കിവിടെ കാണും. ദെൻ സോ നമ്മൾ റൂട്ട്സ് കണ്ടുപിടിച്ചു. ദെൻ ആ റൂട്ട്സ് കണ്ടുപിടിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെക്കണം. പ്രോബ്ലം ചെയ്യാൻ നേരത്ത് ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഡിസ്റ്റിങ്ക്ട് റൂട്ട്സ് ആണെങ്കിൽ, റൂട്ട്സ് ഡിഫറെൻറ്റ് റൂട്ട്സ് ആണെങ്കിൽ, അതായത് λ1ൻ്റെ വാല്യൂ 2 λ2ൻ്റെ വാല്യൂ 3 ആണെങ്കിൽ നമുക്കിങ്ങനെ എഴുതാം. ഈ കിട്ടുന്ന സൊല്യൂഷനെ നമ്മൾ ആ ഒരു 0 കൊടുത്തിട്ട് കിട്ടുന്ന സൊല്യൂഷനെ വിളിക്കുന്ന പേര് ഹോമോജീനിയസ് സൊല്യൂഷൻ. സോ അതിൻ്റെ വാല്യൂ C1 e⁻²t പ്ലസ് C2 e⁻3t. അപ്പോൾ ഇതൊരു എക്സാമ്പിളാണ്. അപ്പോൾ ജനറൽ ഫോം ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. n റൂട്ട്സ് ഉണ്ടെങ്കിൽ C1 e⁻λ1t പ്ലസ് C2 e⁻λ2t പ്ലസ് എക്സെട്ര. സോ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഈ കാണിച്ചിരിക്കുന്നത്. ദെൻ റൂട്ട്സ് റിപ്പീറ്റഡ് ആണ്. നമ്മൾ ആ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സ് റിപ്പീറ്റഡ് ആണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യുന്ന കോമൺ ഇക്വേഷൻ ഇതാണ്. അതായത് എക്സാമ്പിൾ നോക്കുക, 2 2 3. ഇപ്പോൾ 2 എന്നുള്ളത് റിപ്പീറ്റഡ് ആണ്. സോ നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ എഴുതാം. C1 പ്ലസ് C2t ഇൻറ്റു ആ റിപ്പീറ്റഡ് വാല്യൂ 2 ആണ്, e⁻²t പ്ലസ് C3 ഇൻറ്റു e⁻3t. അതൊരു ഡിസ്റ്റിങ്ക്ട് റൂട്ടാണ്, അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് അത് എഴുതിയത്. റിപ്പീറ്റഡ് ആയിട്ട് വരുമ്പോൾ C1 പ്ലസ് C2t, ഇത് 3 ടൈംസ് ആണ് റിപ്പീറ്റഡ് എങ്കിൽ C1 പ്ലസ് C2t പ്ലസ് C3t² ഇൻറ്റു e⁻t അങ്ങനെ വന്നേനെ.
സോ ഈ രീതിയിൽ വേണം റിപ്പീറ്റഡ് കേസസ് എഴുതാൻ. ദെൻ കോംപ്ലക്സ് റൂട്ട്സ് ആണെങ്കിൽ നമുക്ക് λ1 a പ്ലസ് ab λ2 a മൈനസ് ab ആണെങ്കിൽ ഹോമോജീനിയസ് സൊല്യൂഷൻ എന്ന് പറയുന്നത് c e raised to at, a എന്ന് പറയുന്ന റിയൽ പാർട്ടാണ്, b എന്ന് പറയുന്നത് ഇമാജിനറി പാർട്ടാണ്, cos bt പ്ലസ് തീറ്റ. ഈ ഫോമിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. സോ ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം പ്രോബ്ലംസ് ചെയ്യാൻ. ഈ ഒരു ഹോമോജീനിയസ് സൊല്യൂഷൻ എഴുതാൻ, ഹോമോജീനിയസ് സൊല്യൂഷൻ ഡിഫറെൻറ്റ് കേസസ് ആണ്. ഹോമോജീനിയസ് സൊല്യൂഷൻ എഴുതാനുള്ള ഡിഫറെൻറ്റ് കേസസ് ആണിത്. ദെൻ അപ്പോൾ അങ്ങനെ ഹോമോജീനിയസ് സൊല്യൂഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ദെൻ അതുപോലെ തന്നെ ഫോഴ്സ് റെസ്പോൺസ് കണ്ടുപിടിക്കുന്നത്, നാച്ചുറൽ റെസ്പോൺസ് കണ്ടുപിടിക്കുന്നതാണ് ഇതുവരെ പറഞ്ഞത്. ദെൻ അടുത്തത് ഫോഴ്സ് റെസ്പോൺസ് കണ്ടുപിടിക്കുന്ന ജനറലായിട്ട് കുറച്ച് കാര്യങ്ങളാണ്. സോ ഫോഴ്സ് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ YF of t is equal to സം ഓഫ് ഹോമോജീനിയസ് സൊല്യൂഷൻ പ്ലസ് പർട്ടിക്കുലർ സൊല്യൂഷൻ. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ സം ആയിരിക്കും ഫോഴ്സ് റെസ്പോൺസ് എന്ന് പറയുന്നത്. ഇനി ഹോമോജീനിയസ് സൊല്യൂഷൻ നമ്മൾ പറഞ്ഞു എങ്ങനെ ഒബ്റ്റെയിൻ ചെയ്യുന്നതെന്ന്, ആ റൂട്ട്സ് വെച്ചിട്ടാണ് നമ്മളത് കണ്ടുപിടിക്കുന്നത്. പ്രോബ്ലം ചെയ്യുമ്പോൾ ഡിസ്കസ് ചെയ്യുക എങ്ങനെയാണെന്നുള്ളത്. ദെൻ പർട്ടിക്കുലർ സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇൻപുട്ട്, ക്വസ്റ്റിനകത്ത് ഇൻപുട്ട് തന്നിരിക്കും, ആ ഇൻപുട്ടിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഹോമോജീനിയസ് പർട്ടിക്കുലർ സൊല്യൂഷൻ. സോ ഇൻപുട്ട് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആണെങ്കിൽ a എന്നോ അല്ലെങ്കിൽ ഒരു വാല്യൂ, ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ 2, 3 അങ്ങനെയുള്ള കോൺസ്റ്റൻറ്റ് വാല്യൂസ് തരുവാണെങ്കിൽ പർട്ടിക്കുലർ സൊല്യൂഷൻ അനദർ കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിരിക്കും, ദാറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ k. ഇനി എക്സ്പോണൻഷ്യൽ ഫോമിലാണെങ്കിൽ e raised to at ഫോമിലാണെങ്കിൽ നമ്മളൊരു കണ്ടീഷൻ ചെക്ക് ചെയ്യണം, a നോട്ട് ഈക്വൽ ടു നമ്മുടെ റൂട്ട്സ്, നമ്മൾ കണ്ടുപിടിച്ച് വെച്ചേക്കുന്ന λ1 λ2 എക്സെട്ര λn റൂട്ട്സ് ഉണ്ട്, ആ റൂട്ട്സുമായിട്ട് ഈക്വൽ ആണോ ഈ പവർ എന്നുള്ളത് നോക്കുക. a എന്നുള്ളത് നോട്ട് ഈക്വൽ ടു ആണെങ്കിൽ ദെൻ വി ക്യാൻ റൈറ്റ് a ഇൻറ്റു e raised to at. പർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് ഇൻറ്റു e raised to at. അത് ഈക്വൽ ആയിട്ട് വരുവാണെങ്കിൽ a ഈക്വൽ ടു λi ആണെങ്കിൽ അവിടെ a ഇൻറ്റു ടിയും കൂടെ നമ്മൾ എക്സ്ട്രാ മൾട്ടിപ്ലൈ ചെയ്യണം, a ഇൻറ്റു ടി e raised to at എന്നായിരിക്കും നമ്മുടെ പർട്ടിക്കുലർ സൊല്യൂഷൻ്റെ ഫോം. ഇനി cos omega t ഫോം വരുവാണെങ്കിൽ ഇതാണ് k1 cos omega t പ്ലസ് k2 sin omega t. sin omega t ഫോം വരുവാണെങ്കിൽ k1 cos omega t പ്ലസ് k2 sin omega t. ഇതാണ് പർട്ടിക്കുലർ സൊല്യൂഷൻ. സോ ഈ ഫസ്റ്റ് 3 ആണ് ഇമ്പോർട്ടൻറ്റ്. ദെൻ നമുക്ക് അതിൻ്റെ ഒരു പ്രോബ്ലം ചെയ്യാം. സോ ഇതാണ് പ്രോബ്ലം. ആൻ LT സിസ്റ്റം ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദ ഇക്വേഷൻ d square y of t by dt square plus 5 dy of t by dt plus 6 y of t is equal to dx of t by dt plus 4x of t. ഇൻപുട്ട് തന്നിട്ടുണ്ട്, x of t is equal to e raised to minus t u of t. അപ്പം ഇതൊരു സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഇൻപുട്ടും തന്നിട്ടുണ്ട്. ചോദിച്ചേക്കുന്നത് നാച്ചുറൽ റെസ്പോൺസ് വിത്ത് സം ഇനിഷ്യൽ കണ്ടീഷൻ. നാച്ചുറൽ റെസ്പോൺസ് കണ്ടുപിടിക്കുക, ഫോഴ്സ് റെസ്പോൺസ് കണ്ടുപിടിക്കുക, ടോട്ടൽ റെസ്പോൺസ് കണ്ടുപിടിക്കുക. ഈ ക്വസ്റ്റ്യൻ തന്നെ ടോട്ടൽ റെസ്പോൺസ് വെച്ചിട്ട് ചോദിക്കാം. നമ്മളിവിടെ സെപ്പറേറ്റ് പറയാതെ തന്നെ ഫൈൻഡ് ദ ടോട്ടൽ റെസ്പോൺസ്. ടോട്ടൽ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ റെസ്പോൺസ് പ്ലസ് ഫോഴ്സ് റെസ്പോൺസ് ആണ്. ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുവാണ്. സോ നമുക്ക് ഓരോന്നും സെപ്പറേറ്റ് ചെയ്ത് നോക്കാം. സോ ഫസ്റ്റ് നാച്ചുറൽ റെസ്പോൺസ്. സോ നാച്ചുറൽ റെസ്പോൺസ് മീൻസ് സീറോ ഇൻപുട്ട് റെസ്പോൺസ് ആണ്. പുട്ട് x of t is equal to, so natural response is obtained by put x of t is equal to 0 in the given equation. Put x of t is equal to 0 in given differential equation. In given differential equation. So x of t ക്ക് 0 കൊടുക്കുമ്പോൾ നമ്മുടെ ഇക്വേഷൻ നോക്കുക, d square y of t by dt square plus 5 dy of t by dt plus 6 y of t equal to, ഈ ടേംസ് രണ്ടും 0 ആയി പോവും. സോ അതായിരിക്കും നമ്മുടെ പുതിയ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. സോ d square y of t by dt square plus 5 dy of t by dt plus 6 y of t equal to 0. സോ നാച്ചുറൽ റെസ്പോൺസ് കണ്ടുപിടിക്കാൻ ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്. ദെൻ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഹോമോജീനിയസ് സൊല്യൂഷൻ നമുക്ക് എഴുതാൻ പറ്റും. ഇത് വെച്ചിട്ട് തന്നെ ഡയറക്റ്റ്ലി എഴുതാം. സോ ഈ d square y of t by dt square ഹോമോജീനിയസ് അല്ല, ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. സോ ഇതിൽ നിന്ന് നമുക്ക് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ നമുക്ക് എഴുതാൻ പറ്റും. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു, അതെങ്ങനെയാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടതെന്നൊക്കെ ഡയറക്റ്റ് എഴുതാം. സോ ദിസ് ഈസ് lambda square plus 5 lambda dy by dt ലാംഡ എന്നുള്ള രീതിയിൽ നമ്മൾ
യൂസ് ചെയ്തിട്ട് അങ്ങ് ചെയ്താൽ മതി. പ്ലസ് 6 ഈസ് ഈക്വൽ ടു 0. അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാൻ നിൽക്കേണ്ട, ഇങ്ങനെ അങ്ങ് ചെയ്യാം. സോ ലാംഡ സ്ക്വയർ പ്ലസ് 5 ലാംഡ പ്ലസ് 6 ഈസ് ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ റൂട്ട്സ് നമുക്ക് കണ്ടുപിടിക്കാം. സോ ഇതിനെ നമുക്ക് ഇങ്ങനെ ഫാക്ടറൈസ് ചെയ്യാം. ലാംഡ പ്ലസ് 3 ഇൻറ്റു ലാംഡ പ്ലസ് 2 സോ ഈക്വൽ ടു 0. ഇങ്ങനെ ഫാക്ടറൈസ് ചെയ്യാം. അതല്ലെങ്കിൽ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഇത് യൂസ് ചെയ്തിട്ട് നമുക്ക് ബൈ 2a ഇതിൻ്റെ റൂട്ട്സ് കണ്ടുപിടിക്കാം. സോ ഇവിടെ നമുക്ക് രണ്ട് റൂട്ട്സ് കിട്ടും. ലാംഡ 1 ഈസ് ഈക്വൽ ടു -2 ആൻഡ് ലാംഡ 2 ഈസ് ഈക്വൽ ടു -3. സോ നമുക്ക് രണ്ട് റൂട്ട്സ് കിട്ടി. ഈ രണ്ട് റൂട്ട്സും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഹോമോജീനിയസ് സൊല്യൂഷൻ എഴുതാൻ പറ്റും. ഹോമോജീനിയസ് സൊല്യൂഷൻ. സോ ഇവിടെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്, നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു പ്രോപ്പർട്ടിയാണ്. ഡിഫറെൻ്റ് റൂട്ട്സ് ആണെങ്കിൽ, ഡിസ്റ്റിങ്ക്ട് റൂട്ട്സ് ആണെങ്കിൽ, അതായത് ഡിസ്റ്റിങ്ക്ട് റൂട്ട്സ് ആണെങ്കിൽ ഇവിടെ നമുക്ക് 2ഉം 3ഉം നമ്മുടെ റൂട്ട്സ് -2 -3 ആണ്. സോ ഡിസ്റ്റിങ്ക്ട് റൂട്ട്സ് ആണ്. ഡിസ്റ്റിങ്ക്ട് റൂട്ട്സ് ആണെങ്കിൽ നമ്മൾ ഈ ഒരു കേസാണ് യൂസ് ചെയ്യേണ്ടത്. ഈ ഒരു കേസ് c1 e raised to -2t പ്ലസ് c2 e raised to -3t. ഈ രീതിയിലാണ് നമ്മളിവിടെ ഇക്വേഷൻ എഴുതേണ്ടത്. സോ ഹോമോജീനിയസ് സൊല്യൂഷൻ വിൽ ബിക്കം yh of t. റൂട്ട്സ് വെച്ചിട്ട് നമുക്ക് എഴുതാം c1 e raised to -2t പ്ലസ് c2 e raised to -3t. സോ ഇനി ഇക്വേഷൻ നമ്പർ 3 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. ഇക്വേഷൻ 2 അതർവൈസ് ഇക്വേഷൻ എ എന്ന് കൊടുക്കാം നമുക്ക് yh of t. ദെൻ ഇവിടുന്ന് നമുക്ക് yh of 0 ഡിറ്റർമിൻ ചെയ്യാം. yh of 0 നമ്മൾ ചെയ്യുമ്പോൾ ഇവിടുന്ന് c1 e raised to 0 നമുക്ക് ഇങ്ങനെ c1 പ്ലസ് c2 എന്ന് കിട്ടും. ഇത് ഒരു വാല്യൂ ആണ് yh of 0. പുട്ട് t is equal to 0. സോ നമുക്ക് yh of 0 വാല്യൂ കിട്ടും. ദെൻ നമുക്ക് ഇക്വേഷൻ എയെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് dyh of t by dt കിട്ടും. dyh of t by dt that is c1 into e raised to -2t into -2 plus second term c2 e raised to -3t into -3. സോ ഇത് നമുക്ക് ഇക്വേഷൻ ബി എന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ ആ ഇക്വേഷനകത്ത് പുട്ട് t is equal to 0. നമുക്ക് dyh of 0 by dt ഈക്വൽ ടു ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ c1 e raised to 0 into -2 that is -2c1 എന്ന് കിട്ടും. സോ -2c1 ഇത് e raised to 0 1 സോ -3c2 ഇങ്ങനെ നമുക്ക് കിട്ടും. സോ ഞാൻ ഈ ഇക്വേഷൻ നമ്പർ സി എന്ന് കൊടുത്തു, ഈ ഇക്വേഷൻ നമ്പർ ഡി എന്ന് കൊടുത്തു. സോ ഇങ്ങനെ ചെയ്യാനുള്ള കാരണം എല്ലാ നാച്ചുറൽ റെസ്പോൺസ് കണ്ടുപിടിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ വെച്ചിട്ട് ചോദിക്കുന്ന പ്രോബ്ലംസ് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഫസ്റ്റ് ഹോമോജീനിയസ് സൊല്യൂഷനകത്ത് ടിക്ക് 0 കൊടുക്കുക. ദെൻ അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചിട്ട് അതിന് 0 കൊടുക്കുക. നമുക്കിവിടെ രണ്ട് ഇനിഷ്യൽ കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. y of 0 1 എന്നും അതുപോലെ തന്നെ dy of 0 by dt 0 തന്നിട്ടുണ്ട്. സോ ഇൻ കേസ് ക്വസ്റ്റിനകത്ത് ഇത് തന്നിട്ടില്ലെങ്കിൽ നമുക്കത് 0 ആയിട്ട് അസ്യൂം ചെയ്യാം. സോ ഇവിടെ തന്നിട്ടുണ്ട് y of 0 1 തന്നിട്ടുണ്ടെങ്കിൽ ആ വാല്യൂ യൂസ് ചെയ്യുക. dy of 0 by dt ആണ് തന്നിരിക്കുന്നത്, അതിൻ്റെ വാല്യൂ 0 ആണ്. സോ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നതിനകത്ത് നമുക്ക് ഇക്വേഷൻ സി എ, സോ ഇക്വേഷൻ സി ഇംപ്ലൈസ് yh of 0യുടെ വാല്യൂ 1 ആണ്. ദാറ്റ് ഈസ് 1 ഈസ് ഈക്വൽ ടു c1 പ്ലസ് c2 ആൻഡ് അടുത്ത വാല്യൂ ഇക്വേഷൻ ഡി ഇംപ്ലൈസ് dy of 0 by dt 0 ആണ്. സോ അത് 0 എന്ന് കൊടുക്കുക. -2c1 പ്ലസ് c2. സോ ഇങ്ങനെ നമുക്ക് രണ്ട് ഇക്വേഷൻസിൻ്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇനി ഇതിനെ നമ്മൾ സോൾവ് ചെയ്യണം. ഇതിനെ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണെന്ന് നോക്കാം. ഇതിനെ നമ്മൾ സോൾവ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഈ ഒരു ഇക്വേഷനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ദാറ്റ് ഈസ് 2 ഈസ് ഈക്വൽ ടു 2c1 പ്ലസ് 2c2. സെക്കൻഡ് ഇക്വേഷൻ 0 തന്നെയാണ്. -2c1 പ്ലസ് c2.
സോ ഇത് രണ്ടും കൂടെ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് C2ൻ്റെ വാല്യൂ കിട്ടും. ദാറ്റ് ഈസ് this equation C1 plus C2 is equal to 1 ആണ്. minus 2C1 plus C2 is equal to 0 എന്നുമാണ് നമ്മുടെ ഇനിഷ്യൽ കണ്ടീഷൻസ്. y of 0യുടെ വാല്യൂ ഓക്കെ. So y of 0 C1 plus C2 is equal to 1 and minus 2C1 plus C2 is equal to 0. സോ ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടുന്ന് 2C2 is equal to 2C2 plus C2 that is 3C2 is equal to 2 എന്ന് കിട്ടും. അപ്പം C2ൻ്റെ വാല്യൂ 2/3 എന്നായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ C1 plus C2 is equal to 1 എന്നാണ്. Therefore C1 is equal to 1 minus C2, that is 1 minus 2/3, that is 1/3. So 2/3 1/3 വാല്യൂസ് ആണ് നമുക്ക് C1 C2 കിട്ടിയത്. ഈ കിട്ടുന്ന C1 C2 വാല്യൂസ് നമ്മുടെ ഹോമോജീനിയസ് ഇക്വേഷനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഓഫ് C1 and C2 ഇൻ ഇക്വേഷൻ A. സോ ഇക്വേഷൻ എയ്ക്കകത്തോട്ട് നമ്മുടെ C1ൻ്റെയും C2ൻ്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് C1 equal to 1/3 and C2 is equal to 2/3 in equation A. Equation A means homogeneous equation. So homogeneous equation ആകത്തോട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് y n of t കിട്ടും. ഈ കിട്ടുന്ന സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടുന്ന വാല്യൂവിനെയാണ് നമ്മൾ നാച്ചുറൽ റെസ്പോൺസ് എന്ന് പറയുന്നത്. നാച്ചുറൽ റെസ്പോൺസ്. സോ yn of tയുടെ വാല്യൂ C1 e raised to minus 2t ആണ്. C1 എന്ന് പറയുന്നത് 1/3 e raised to minus 2t പ്ലസ് C2 എന്ന് പറയുന്നത് 2/3 ആണ്. സോ 2/3 e raised to minus 3t. സോ ഈ കിട്ടുന്ന വാല്യൂ ആണ് നമ്മുടെ നാച്ചുറൽ റെസ്പോൺസ്. സോ ഹോമോജീനിയസ് വാല്യൂ ഡിറ്റർമിൻ ചെയ്യുക. ഹോമോജീനിയസ് വാല്യൂ നമ്മൾ ഇക്വേറ്റ് ചെയ്ത് C1 C2 സോൾവ് ചെയ്യുക ബൗണ്ടറി കണ്ടീഷൻസ് വെച്ചിട്ട്. ദെൻ നാച്ചുറൽ റെസ്പോൺസ് കിട്ടും. ആ വാല്യൂസ് ഹോമോജീനിയസിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ. സോ ഇങ്ങനെയാണ് നാച്ചുറൽ റെസ്പോൺസ് ഡിറ്റർമിൻ ചെയ്യുന്നത്. സിമിലർലി അടുത്തത് ഫോഴ്സ് റെസ്പോൺസ് ആണ്. ഫോഴ്സ്ഡ് റെസ്പോൺസ്. സോ ഫോഴ്സ് റെസ്പോൺസ് കണ്ടുപിടിക്കാൻ നമ്മൾ പറഞ്ഞു ഫോഴ്സ് റെസ്പോൺസ് ഈസ് represented by yf of t. So this is the sum of homogeneous solution plus particular solution. So homogeneous solutionൻ്റെയും particular solutionൻ്റെയും ഒരു സമ്മേഷൻ ആണ് ഫോഴ്സ് റെസ്പോൺസ് എന്ന് പറയുന്നത്. സോ നമ്മൾ ആദ്യം particular solution കണ്ടുപിടിക്കാൻ പോവാണ്. സോ particular solution നമ്മുടെ ഇൻപുട്ട് വെച്ചിട്ടാണ് നമ്മൾ particular solution കണ്ടുപിടിക്കുന്നത്. given x of t is equal to, നമുക്ക് ഇൻപുട്ട് നോക്കാം. തന്നിരിക്കുന്ന ഇൻപുട്ട് e raised to minus t u of t ആണ്. ഇൻപുട്ട് ഈസ് given as e raised to minus t u of t. സോ e raised to minus t u of t വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് x of t വാല്യൂ നമ്മൾ x of t is equal to e raised to minus t u of t ഇതാണ് തന്നിരിക്കുന്നത്. സോ ഇൻപുട്ട് നോക്കിയാണ് നമ്മൾ particular solution എഴുതുന്നത്. സോ particular solution എഴുതുന്നത് ഇവിടെ പറഞ്ഞു ഇൻപുട്ട് e raised to minus t u of t. സോ e raised to minus t u of t മീൻസ് എയുടെ വാല്യൂ -1 ആണ്. എയുടെ വാല്യൂ -1 ആണ്. നമ്മുടെ റൂട്ട്സ് എന്ന് പറയുന്നത് -2 -3 ആണ്. സോ അത് നോട്ട് ഈക്വൽ ടു ആണ്. എ നോട്ട് ഈക്വൽ ടു ലാംഡ i കണ്ടീഷനാണ്. -1 ആണ്. റൂട്ട്സ് -2 -3 ആയതുകൊണ്ട് ഇത് ഒരിക്കലും ഈക്വൽ ആവില്ല. സോ നമുക്ക് ഈ ഒരു സെക്കൻഡ് ഇക്വേഷൻ ആയിരിക്കും particular solution ആയിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നത്. സോ ഇൻപുട്ട് നോക്കിയാണ്. സോ ഇവിടുത്തെ എയുടെ വാല്യൂ -1 ആണ്. ദാറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു ലാംഡ i. സോ വി ക്യാൻ റൈറ്റ് particular solution by looking at the table. Particular solution
സോ ടേബിൾ പഠിച്ചു വെക്കണം. phi p of t is equal to k അല്ലെങ്കിൽ ഏത് ലെറ്റർ വേണമെങ്കിലും യൂസ് ചെയ്യാം. k ഇൻറ്റു ഇ റേസ് ടു മൈനസ് ടി യു ഓഫ് ടി 1 വാല്യൂ ആണ്. സോ നമ്മളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ദാറ്റ് ഈസ് എ പർട്ടിക്കുലർ സൊല്യൂഷൻ. ദെൻ ഞാൻ ഇതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുവാണ്. സോ ഡി വൈ പി ഓഫ് ടി ബൈ ഡി ടി ഈക്വൽ ടു മൈനസ് കെ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ടി യു ഓഫ് ടി. സോ ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചു, കാരണം നമ്മുടെ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. സോ ഞാൻ സെക്കൻഡ് ഡെറിവേറ്റീവ് കൂടെ കണ്ടുപിടിക്കും. ഡി സ്ക്വയർ വൈ പി ഓഫ് ടി ബൈ ഡി ടി സ്ക്വയർ ഈക്വൽ ടു ഒന്നുകൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ മൈനസ് മൈനസ് പ്ലസ് ആവും, കെ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ടി യു ഓഫ് ടി. ദെൻ നമ്മുടെ ഇൻപുട്ട് തന്നിട്ടുണ്ട്, എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ടി യു ഓഫ് ടി. അതിനെ ഞാൻ ഒരു വട്ടം ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഡി എക്സ് ഓഫ് ടി ബൈ ഡി ടി ഈക്വൽ ടു മൈനസ് ഇ റേസ് ടു മൈനസ് ടി യു ഓഫ് ടി. സോ ഇത്രയും വാല്യൂസ് നമ്മൾ പർട്ടിക്കുലർ സൊല്യൂഷൻ വെച്ചിട്ട് അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവും സെക്കൻഡ് ഡെറിവേറ്റീവും കണ്ടുപിടിച്ചു, ഇൻപുട്ട് വെച്ചിട്ട് അതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചു. സോ ഇത്രയും വാല്യൂസ് നമ്മളുടെ ഗിവൺ ഡിഫറൻഷ്യൽ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കാരണം ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, സോ ഞാൻ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒന്നുകൂടെ എഴുതുവാണ്. ക്വസ്റ്റ്യൻ ഡി സ്ക്വയർ വൈ ഓഫ് ടി ബൈ ഡി ടി സ്ക്വയർ പ്ലസ് 5 ഇൻറ്റു ഡി വൈ ഓഫ് ടി ബൈ ഡി ടി പ്ലസ് 6 ഇൻറ്റു വൈ ഓഫ് ടി ഈക്വൽ ടു ഡി എക്സ് ഓഫ് ടി ബൈ ഡി ടി പ്ലസ് 4x ഓഫ് ടി. സോ ഇതാണ് നമ്മുടെ ഗിവൺ ക്വസ്റ്റ്യൻ. സോ ഇതിൽ നമ്മൾ ഈ വൈ ഓഫ് ടിക്ക് പകരം വൈ പി ഓഫ് ടി നമ്മൾ ഇൻപുട്ട് കൊടുത്തിട്ടാണ് നമ്മൾ ഇവിടെ റെസ്പോൺസ് കണ്ടുപിടിക്കുന്നത്. സോ ഇൻപുട്ട് കൺസിഡർ ചെയ്തിട്ടുള്ള ആ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനായിട്ട് നമ്മൾ എഴുതണം. ഒരു ഡി സ്ക്വയർ വൈ പി ഓഫ് ടി ബൈ ഡി ടി സ്ക്വയറിന് നമുക്ക് വാല്യൂ കൊടുക്കാം, കെ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ടി യു ഓഫ് ടി പ്ലസ് 5 ഇൻറ്റു ഡി വൈ പി ഓഫ് ടി ബൈ ഡി ടിക്ക് പകരം നമുക്ക് മൈനസ് കെ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ടി യു ഓഫ് ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, പ്ലസ് 6 ഇൻറ്റു വൈ പി ഓഫ് ടി എന്ന് പറയുന്നത് കെ ഇ റേസ് ടു മൈനസ് ടി യു ഓഫ് ടി. ദെൻ ഡി എക്സ് ഓഫ് ടി ബൈ ഡി ടിക്ക് പകരം നമുക്ക് മൈനസ് ഇ റേസ് ടു മൈനസ് ടി യു ഓഫ് ടി എന്ന് കൊടുക്കാം, പ്ലസ് 4x ഓഫ് ടിക്ക് പകരം 4 ഇൻറ്റു ഇ റേസ് ടു മൈനസ് ടി യു ഓഫ് ടി. സോ ഇത്രയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ ഈ ഇക്വേഷൻ നോക്കുവാണെങ്കിൽ ഇവിടെ നമുക്ക് കോമൺ ആയിട്ട് ഇ റേസ് ടു മൈനസ് ടി യു ഓഫ് ടി എന്നുള്ളത് കോമൺ ആണ്. രണ്ട് സൈഡിലും ആ ഇക്വേഷൻ ഉണ്ട്, ആ ഒരു വാല്യൂ ഉണ്ട്. സോ നമുക്കത് നെഗ്ലക്റ്റ് ചെയ്യാം. സോ നമുക്ക് കെ പ്ലസ് മൈനസ് 5k, സോ കെ മൈനസ് 5k ഇ റേസ് ടു മൈനസ് ടി യു ഓഫ് ടി ക്യാൻസൽ ചെയ്തു, പ്ലസ് 6k ഈക്വൽ ടു മൈനസ് 1 പ്ലസ് 4. സോ ഇത് സോൾവ് ചെയ്യുമ്പോൾ k minus 5k, so that is minus 4k plus 6k എന്ന് പറഞ്ഞാൽ 2k എന്ന് കിട്ടും, ഇവിടെ 3 എന്ന് കിട്ടും. സോ ദാറ്റ് ഇംപ്ലൈസ് k is equal to 3/2. സോ കെയുടെ വാല്യൂ നമുക്ക് 3/2 എന്ന് കിട്ടും. കെയുടെ വാല്യൂ 3/2 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പർട്ടിക്കുലർ സൊല്യൂഷൻ എഴുതാം. വൈ പി ഓഫ് ടി ഈക്വൽ ടു 3/2 ഇ റേസ് ടു മൈനസ് ടി യു ഓഫ് ടി. സോ പർട്ടിക്കുലർ സൊല്യൂഷൻ്റെ കെ വാല്യൂ നമ്മൾ സോൾവ് ചെയ്യുന്നത് ഈ രീതിയിലാണ്. സോ നമുക്ക് പർട്ടിക്കുലർ സൊല്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഫോഴ്സ് റെസ്പോൺസ് എഴുതാം. ഫോഴ്സ് റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം ഡെഫിനിഷൻ പറഞ്ഞു, ഇറ്റ് ഈസ് ഹോമോജീനിയസ് സൊല്യൂഷൻ, നാച്ചുറൽ റെസ്പോൺസ് അല്ല, ഹോമോജീനിയസ് സൊല്യൂഷൻ പ്ലസ് പർട്ടിക്കുലർ സൊല്യൂഷൻ. ഇനി ഹോമോജീനിയസ് സൊല്യൂഷൻ നമുക്കറിയാം, ഹോമോജീനിയസ് സൊല്യൂഷൻ്റെ വാല്യൂ C1 ഇ റേസ് ടു മൈനസ് 2t, നേരത്തെ അത് കണ്ടുപിടിച്ചിരുന്നു, C2 ഇ റേസ് ടു മൈനസ് 3t പ്ലസ് പർട്ടിക്കുലർ സൊല്യൂഷൻ ഇപ്പോൾ സോൾവ് ചെയ്തു, 3/2 ഇ റേസ് ടു മൈനസ് ടി യു ഓഫ് ടി. ദെൻ ഇപ്പോൾ നമുക്ക് വൈ എഫ് ഓഫ് ടി ആണ് കിട്ടിയേക്കുന്നത്, ഫോഴ്സ് റെസ്പോൺസ്. ദെൻ ഇതിൻ്റെയും വാല്യൂസ് നമുക്ക് C1ൻ്റെയും C2ൻ്റെയും നമ്മൾ പുതിയ വാല്യൂസ്, നേരത്തെ കണ്ടുപിടിച്ച വാല്യൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യരുത്, പുതിയ C1 C2 വാല്യൂസ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യണം. അതിനായി ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക. സോ ഡി വൈ എഫ് ഓഫ് ടി ബൈ ഡി ടി ഈക്വൽ ടു, സോ ഇതിന് ഞാൻ വീണ്ടും ഇക്വേഷൻ 1 എന്ന് കൊടുക്കുന്നു.
C1 e raised to minus 2t. സോ ഇവിടെ യു ഓഫ് ടി 1 ആയിട്ട് എടുക്കാം, നമുക്ക് യു ഓഫ് ടിയുടെ ആവശ്യമില്ല. സോ ഇവിടെ നമുക്ക് ഒരു ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഒരു മൈനസ് വരും, പ്ലസ് ഇവിടെയും മൈനസ് C2 e raised to minus 3t. ഇവിടെ ഒരു 2 കൂടെ വരും, -2 വരും. ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുമ്പം ഇവിടെ ഒരു -3 വരും, -3 C2 e raised to minus 3t പ്ലസ് -3/2 e raised to minus t. സോ നമുക്ക് വീണ്ടും രണ്ട് ഇക്വേഷൻസ് ഡിഫറൻഷ്യേറ്റ് ചെയ്ത ഇക്വേഷൻസ് കിട്ടും. ഇവിടെ നമ്മൾ ടിക്ക് വാല്യൂസ് കൊടുക്കുക, t equal to 0 കൊടുക്കുക. ദാറ്റ് ഈസ് yf of 0 equal to C1 e raised to minus 2t. സോ അവിടെ 0 കൊടുക്കുമ്പോൾ അത് 1 ആയി പോവും, പ്ലസ് C2 രണ്ടാമത്തത് 1 ആയി, C2 മാത്രം നിൽക്കും. ഇവിടെ 3/2 e raised to 0 1 ആണ്, 3/2 തന്നെ നിൽക്കും. സോ ഇങ്ങനൊരു വാല്യൂ കിട്ടും. ദെൻ dyf of 0 by dt, ആ വാല്യൂ നമുക്ക് ഇവിടെ നിന്ന് ഡിറ്റർമിൻ ചെയ്യാം, ടിക്ക് 0 കൊടുത്തിട്ടുള്ള ഇക്വേഷൻ 2-നകത്ത്. സോ -2C1 -3C2 -3/2 ഇങ്ങനായിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ ഈ വാല്യൂ, പക്ഷെ നമുക്ക് ക്വസ്റ്റിനകത്ത് നമുക്ക് തന്നേക്കുന്ന ഇനിഷ്യൽ കണ്ടീഷൻസ് ഫസ്റ്റ് കേസിൻ്റെ ഇനിഷ്യൽ കണ്ടീഷൻസ് മാത്രമാണ്. നാച്ചുറൽ റെസ്പോൺസിൻ്റെ കൂടാണ് ഇനിഷ്യൽ കണ്ടീഷൻസ് 1ഉം 0ഉം തന്നേക്കുന്നത്. ഫോഴ്സ് റെസ്പോൺസിന് സെപ്പറേറ്റ് തന്നിട്ടില്ല, ഇത് കോമൺ ആയിട്ടല്ല തന്നേക്കുന്നത്, നാച്ചുറൽ റെസ്പോൺസിന് മാത്രമായിട്ടാണ്. സോ ഫോഴ്സ് റെസ്പോൺസിൻ്റെത് നമുക്ക് 0 ആയിട്ടങ്ങ് അസ്യൂം ചെയ്യാം. സോ ഇവിടെ നമ്മൾ yf of 0യുടെ വാല്യൂ ഈക്വൽ ടു 0 എന്ന് അസ്യൂം ചെയ്യുന്നു. ഇവിടെ നമ്മൾ ക്വസ്റ്റിന് തരാത്തതുകൊണ്ട് dyf of 0 by dt-യും 0 ആയിട്ട് അസ്യൂം ചെയ്യുന്നു. സോ ഇത് സോൾവ് ചെയ്യുക. That is C1 plus C2 is equal to -3/2. Again -2C1 -3C2 equal to +3/2. സോ ഇത് സോൾവ് ചെയ്ത് നമുക്ക് C1ഉം C2ഉം കിട്ടും. ഞാൻ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് C1 കിട്ടുന്നത് 1.5, ദാറ്റ് ഈസ് 3/2 ആയിട്ടാണ് കിട്ടുന്നത്. C1 3/2, സോറി C2ൻ്റെ വാല്യൂ 3/2 ആയിട്ടും എനിക്ക് C1ൻ്റെ വാല്യൂ -3 ആയിട്ടും രണ്ട് വാല്യൂസ് സോൾവ് ചെയ്യുമ്പോൾ കിട്ടും. ദെൻ ഈ വാല്യൂസ് നമ്മുടെ ഫോഴ്സ് റെസ്പോൺസിനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. yf of t കിട്ടും, ഫോഴ്സ് റെസ്പോൺസ് ഈസ് ഈക്വൽ ടു -3 e raised to minus 2t plus plus 3/2 C2ൻ്റെ വാല്യൂ ഇൻറ്റു e raised to minus 3t plus 1.5 അല്ലെങ്കിൽ 3/2 e raised to minus t. സോ നമ്മൾ ഫോഴ്സ് റെസ്പോൺസ് നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്തു, അതിലേക്ക് C1ൻ്റെയും C2ൻ്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഫോഴ്സ് റെസ്പോൺസിൻ്റെ വാല്യൂ നമുക്ക് കിട്ടും. ഇങ്ങനെയാണ് ഫോഴ്സ് റെസ്പോൺസ് കണ്ടുപിടിക്കുന്നത്. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ടോട്ടൽ റെസ്പോൺസ് കണ്ടുപിടിക്കാനാണ്. ടോട്ടൽ റെസ്പോൺസ് ഓഫ് ദ LT സിസ്റ്റം. സോ ടോട്ടൽ റെസ്പോൺസ് എന്ന് പറയുന്നത് നാച്ചുറൽ റെസ്പോൺസ് പ്ലസ് ഫോഴ്സ് റെസ്പോൺസ്, ഇതാണ് നമ്മുടെ ടോട്ടൽ റെസ്പോൺസ്. സോ നാച്ചുറൽ റെസ്പോൺസ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. നാച്ചുറൽ റെസ്പോൺസിൻ്റെ വാല്യൂ, സോ ഇതാണ് നാച്ചുറൽ റെസ്പോൺസ് 1/3 e raised to minus 2t plus 2/3 e raised to minus 3t. ആ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ 1/3 e raised to minus 2t plus 2/3 e raised to minus 3t. സോ ഇതാണ് നാച്ചുറൽ റെസ്പോൺസ്. ദെൻ ഫോഴ്സ് റെസ്പോൺസ് ഇവിടെ കണ്ടുപിടിച്ചിരുന്നു. ദാറ്റ് ഈസ് -3 e raised to minus 2t plus 3/2 e raised to minus 3t plus 3/2 e raised to minus t. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ ടോട്ടൽ റെസ്പോൺസിൻ്റെത്. സോ ഈ രീതിയിലാണ് നമ്മൾ ചെയ്ത് പഠിക്കേണ്ടത് അനാലിസിസ് ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ, കണ്ടിന്യൂസ് ടൈം ഡിഫറൻഷ്യൽ ഇക്വേഷൻ. സോ നമുക്ക് നെക്സ്റ്റ് ലെക്ചറിൽ അനാലിസിസ് ഓഫ് ഡിസ്ക്രീറ്റ് ടൈം LT സിസ്റ്റം, അതിൽ നമുക്ക് ഡിഫറൻസ് ഇക്വേഷൻ റെപ്രസെൻറ്റേഷൻ
അതിൻ്റെ സൊല്യൂഷൻ ഡിറ്റർമിൻ ചെയ്യുന്നതാണ് പഠിക്കാനുള്ളത്. ദെൻ അത് കഴിഞ്ഞിട്ട് നമുക്ക് രണ്ട് സിസ്റ്റത്തിൻ്റെയും കൺവല്യൂഷൻ മെത്തേഡ്സും പഠിക്കാനുണ്ട്. ഓക്കെ, താങ്ക് യു.